ഞാനൊരു മത്സരം കളിക്കും. ആ ഒരു മത്സരത്തിൽ എൻ്റെ സ്ക്വാഡിലുള്ള ലമീൻ യമാൽ മാത്രമേ ഗോൾ സ്കോർ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ഇന്നത്തെ ചലഞ്ച്. എന്തായാലും ഇന്നത്തെ ആ ഒരു കളി തോറ്റാൽ എനിക്ക് പണിഷ്മെൻ്റ് ആയിട്ടൊന്നും കിട്ടാനൊന്നും പോണില്ല. എനിക്ക് ആ ഐഡിയ തോന്നിയില്ല എന്താണ് ഇപ്പോൾ പണിഷ്മെൻ്റ് എടുക്കാൻ. ആ ഒരു ഐഡിയ എൻ്റെ തലയിൽ അങ്ങോട്ട് വന്നില്ല. സോ എന്തായാലും ഇനി പറഞ്ഞ് സമയം വൈകിപ്പിക്കുന്നില്ല. ഇനി എന്തായാലും നമുക്കിനി നേരെ മാച്ചിൽ കിടക്കാം. പിന്നെ ഗൈസ്, നമ്മുടെ ചാനലിൽ ഈ ഫുട്ബോളിൻ്റെ കുറേ ഫണ്ണി ഷോർട്സൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ കുറേ ഇടുന്നുണ്ട്. ആരും കാണാൻ മറക്കല്ലേ. ഓക്കെ, സോ നമുക്ക് എന്തായാലും ഇന്നൊരു ഓപ്പോണൻറ്റിന് കിട്ടിയിട്ടുണ്ട്. 3600 അയാളുടെ ഒരു കളക്റ്റീവ് സ്ട്രെങ്ത്. നമുക്ക് അത്ര ഉള്ള, നമുക്ക് 2900 സംതിങ് ആണ്. സോ നമുക്ക് എന്തായാലും ഇനി ഓപ്പോണൻറ്റിനെ പോയി നോക്കാം. ഇതാണ് നമ്മുടെ സ്ക്വാഡ്. ഇനി എന്തായാലും നമുക്ക് ഓപ്പോണൻറ്റിനെ പോയി നോക്കാം. ഓക്കെ, ഇതാണ് ഈ ചീള് ടീമാണ്. അതിലാവട്ടെ, എന്തായാലും സെൻറ്റർ ബാക്കിൽ ബെൻ വൈറ്റും അതുപോലെ തന്നെ റൈറ്റ് മിഡ്ഫീൽഡിൽ ഒഡെഗാർഡും ഉണ്ട്. അല്ല, എന്നിട്ട് ഈ ഒരു ചെറിയ ടീമിന് എന്തിനാ 3000 അത്രയൊക്കെ ഒരു കളക്റ്റീവ് സ്ട്രെങ്ത് കൊടുക്കണം? എനിക്കറിയില്ല. എന്തായാലും നമുക്കൊന്ന് കളിച്ചു നോക്കാം. ഗൈസ്, കാര്യം ഞാൻ ഒന്നുകൂടെ ആലോചിച്ചപ്പോഴാണ് മനസ്സിലായത്, അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഞാൻ നോക്കിയില്ല ആ ഒരു സ്ക്വാഡിൻ്റെ. ചിലപ്പോൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷനിൽ നല്ല ലെജൻഡ് എപ്പിക് പ്ലേയേഴ്സ് ഉണ്ടാവും. അതുകൊണ്ടാവും ചിലപ്പോൾ 3000 സംതിങ് കളക്റ്റീവ് സ്ട്രെങ്ത് ഒക്കെ ആ ടീമിന് വന്നത്. മെസ്സി ടു ക്രിസ്ത്യാനോ ത്രൂ കളി. ഓക്കെ, ലമീൻ ഔട്ട് ഓഫ് ദ ബോക്സ്. ഓക്കെ, ലമീൻ, ഓ നല്ല സേവ് ആയിരുന്നു. കളി തുടങ്ങി ഒരു 6ാമത്തെ മിനിറ്റിന് നമ്മൾ അറ്റാക്കിങ് തുടങ്ങി. നല്ല അറ്റാക്കിങ്ങാണ്. ഓക്കെ, എന്തായാലും ഒരു കോർണർ കിട്ടിയിട്ടുണ്ട്. മെസ്സിയാണ് കോർണർ എടുക്കണത്. നമുക്ക് പാസ് അല്ലല്ല കിട്ടും. അത് മാനത്തേക്ക് പോയല്ലോടാ. ലമീനെ കിട്ടി. അതും പോയി. എന്തപ്പോൾ ഇത്? എന്തായാലും ഓടമാണ് നമ്മുടെ ആ ഒരു ത്രോ എടുക്കണതൊക്കെ. ലമീന് കിട്ടി. എടാ, ഇവന്മാർ ലമീനെ ഒരു ടേൺ ചെയ്യാൻ പോലും സമ്മതിക്കില്ല. പണിയാണ് ഫുള്ള്. ഓക്കെ, എന്തായാലും ഒരു ത്രോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ലമീൻ റോബർട്ട് ലെവൻഡോസ്കിയാണ് കിട്ടിയത്. ഓക്കെ, അതും പോയി. ഓക്കെ, ലമീൻ സ്റ്റിൽ ഗോയിങ്. ഓക്കെ, അതും പോയി. എന്ത് പുറത്തേക്ക് അടിച്ചളയണേ, അല്ലാതെ തന്നെ കോളാ പോകും. ഞാൻ പിന്നെ ആ ഒരു പാസിൻ്റെ ഒരു ബട്ടൺ മോളിക്കാക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഷൂട്ട് ബട്ടൺ അങ്ങോട്ട് മോളിക്കാക്കിയിട്ട് ആ ധൃതിയിൽ അതിലങ്ങോട്ട് പണിവാളി. അവിടെ പോകുമ്പോൾ ഒരു ഗോൾ അടിക്കാൻ പോകുന്ന ഡിഫൻഡ്. ഓക്കെ, അവൻ പാസ് കൊടുത്തു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഗോൾ കീപ്പറിന് ഗോൾ കീപ്പറിനൊന്നും പാസ് കൊടുക്കല്ലേ. എൻ്റെ ജോയിസ്റ്റിക്കിന് കൺട്രോളും കിട്ടില്ല. ഇത് ജോയിസ്റ്റിക്ക് അമ്മാതിരി സ്മൂത്ത് ഉണ്ട്. ഒന്ന് അനക്കി അപ്പുറത്തെ പറമ്പിലെത്തും. ഓക്കെ, റൊണാൾഡോ സൈഡിൽ കൊടുക്ക്. ലമീൻ, ഞാനിപ്പോൾ റൊണാൾഡോ അങ്ങോട്ട് കയറി അടിച്ചേനെ, എൻ്റെ ഓർമ്മ അല്ലാതെ. ഓക്കെ, ലമീൻ പോയി. കയ്യിൽ നിന്ന് പോയി. അവിടെ ഞാൻ കാര്യം മറന്നു. വേറെ ഒന്നല്ല, ഞാൻ ആ ലമീൻ്റെ ആ ഒരു ചലഞ്ച് മറന്നു. അതുപോലെ ഗോൾ അടിക്കാനുള്ള പരിപാടിയെ ഞാൻ ഫുള്ള് മറന്നു. ഓക്കെ, മാനുവൽ അക്കഞ്ചി എന്തായാലും ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അവന്മാർക്ക് കോർണറാണ്. ലമീനെ അങ്ങോട്ട് അടിക്കാൻ പറ്റുള്ള ഗോൾ. എന്തായാലും നമുക്ക് ലമീനെ സെക്കൻഡ് സ്ട്രൈക്കറായി ഇടാം. ഓക്കെ, ലെവൻഡോസ്കിൻ്റെ ഒക്കെ പോടാ. ലെവൻഡോസ്കിയുടെ എനർജിയെ പോയി. എന്തപ്പോൾ? അയ്യോ, മെസ്സിയുടെ കയ്യിൽ നിന്ന് മിസ്. ഓക്കെ, ഹാർവെസ്റ്റോ അത് പോയി. നമ്മുടെ നല്ല ഗോൾ കീപ്പറൊക്കെ തന്നെ ആയിരുന്നു. ബട്ട് ഗോള് നമ്മളങ്ങോട്ട് വഴങ്ങിയിട്ടുണ്ട്. ആ ഹാർവെസ്റ്റാണ് ഗോൾ അടിച്ചത്. എന്തായാലും ആദ്യ പകുതി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെന്തായാലും ഒരു ഗോള് വഴങ്ങിയതാണ്. ഒരു ഗോൾ അടിക്കണം എന്ന് വിചാരിച്ച് കയറിയ ആൾക്കാരാണ് ഇപ്പോൾ ഒരു ഗോൾ വഴങ്ങിക്കണ്. എന്തായാലും നമുക്ക് കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് എടുത്താൽ. ഞാനെന്തായാലും ഫിൽഫോർഡിനെ ഒന്ന് ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഫിൽഫോർഡിനെ ഇറക്കിയോടെ നല്ല പാസ്സൊക്കെ ആ ഒരു വിങ്ങിന്ന് നടക്കുന്നുണ്ട്. ഓക്കെ, ലമീൻ. ഓക്കെ, അതും പോയി. ലമീൻ ലമീൻ അങ്ങോട്ട് ഓടില്ല. അതാണ് പ്രശ്നം. ഞാനിപ്പോൾ ഒരു പാസ് ഇട്ട് കൊടുത്താലും അവൻ നടുവിലേക്കും പാസ് തന്ന സ്ഥലത്ത് അങ്ങോട്ട് നിൽക്കും. ഓക്കെ, എഗെയിൻ ഫിൽഫോർഡ്. ആ ഒരു ഓർമ്മ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ചലഞ്ചിൻ്റെ ഇത് മറക്കും. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ യമാലിന് പകരം ഫിൽഫോർഡിനെ കൊണ്ട് ആ ഒരു ഗോള് ഉള്ളൊരു ഇത് അടിച്ചത്. എഗെയിൻ ദേ കമ്മിങ്. ഓക്കെ, എഗെയിൻ റാഫീന. എന്തായാലും മാനിലൊക്കെ. ഓക്കെ, എഗെയിൻ ഓടോടോ എന്തായാലും എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ആ ഒരു ഇതില്ല സെലക്ഷൻ കോൺട്രാക്റ്റ് ഫ്രീ ട്രൈ ഒരു ചാൻസ് ഡീൽ വേൾഡ് വൈഡിൻ്റെ, നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കിട്ടിയോന്നൊന്ന് കമൻറ്റ് ചെയ്തേണേ. ഫിൽഫോർഡൻ ഇൻ ദി വിങ്. ഓക്കെ, ഓക്കെ, അതും പോയി. എന്തായാലും മിനിറ്റ് 67ാമത്തെ മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഗോൾ അടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല. ഇതെന്ത് ഇവന്മാർക്ക് ത്രോ അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, മെസ്സിക്ക് ആ പന്ത് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. പണി കിട്ടി. നെയ്മറിൻ്റെ കാലിൽ പന്തിട്ടിട്ടുണ്ട്. ഓക്കെ, മാനുവൽ അക്കഞ്ച് എടുത്തു. നെയ്മറിന് ഉന്നല്ലാത്തതുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറേ ഗോൾ വഴങ്ങേണ്ടി വരും. അങ്ങനെ അവസാനം നമ്മളെന്തായാലും ആ ഒരു കളി അങ്ങ് തോറ്റിട്ടുണ്ട് 1-0. നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. വേറെ നല്ല നമുക്ക് ആ ഒരു ഞാൻ ആ ഒരു ലമീൻ യമാലിനെ യൂസായി വരണേ ഉള്ളൂ. എനിക്ക് അത്ര ഒരു വഴക്കങ്ങോട്ട് കിട്ടില്ല ആ ഒരു യമീൻ യമാൻ്റെ ആ ഒരു കാർഡുകൊണ്ട്. സോ എന്തായാലും ഇന്നത്തെ ചലഞ്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ ചാനൽ കൂടി സബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഈ ഫുട്ബോൾ ചലഞ്ച് വീഡിയോ ഇട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.